നമ്മുടെ മിഡ് ടൈം ഐ ടി എക്സാമില്ലേ അതിന്റെ ഒരു ബിഗസ്റ്റ് പ്രോ സ്ട്രാറ്റജി ഞാൻ പറയാൻ പോവാണ്. അതായത് ഐ ടി എക്സാം മിഡ് ടൈം ആണ് ഐ ടി എക്സാം വലിയ സീരിയസ് ആക്കി എടുക്കണം എന്നില്ല. അങ്ങനെ ഞാൻ പറയും ഒരിക്കലില്ല, സീരിയസ് ആക്കി എടുക്കണം. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ പബ്ലിക് എക്സാമിന്റെ മോഡൽ എക്സാം പ്രാക്ടീസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ പോവാ. സോ നിങ്ങൾ ഒന്ന് അറിയണം, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാര ടെക്സ്റ്റ് ബുക്കിലെ ഐ ടി മിഡ് ടൈം എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ സാർ എങ്ങനെയാണ് ഐ ടി മിഡ് ടൈം എക്സാം എഴുതേണ്ടത്, അതിനെന്തെല്ലാമാണ് പ്രോ സ്ട്രാറ്റജികൾ ഒക്കെ ഞാൻ പറയും. സോ നമ്പർ 1, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ ചാപ്റ്ററിന്റെ സമ്മറികൾ എക്സാം പോയിന്റ് നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അത് നിങ്ങൾ എന്ത് ചെയ്തു നോക്കി പഠിച്ചു. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഇഷ്ടമെങ്കിൽ അത് മതി. അവിടെ നിന്നാണ് ഒരു മാർക്കിന് ചോയ്സ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട്. പിന്നെ രണ്ടാമത് പ്രാക്ടിക്കൽ വളരെ വൃത്തിയായിട്ട് വീട്ടിലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഐ ടി എന്ന് പറയുന്നതിൽ A+ ഉറപ്പാക്കാൻ പറ്റും. അതായത് ഐ ടിയിലെ പ്രാക്ടിക്കൽ എക്സാം വെരി ഈസി ആക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് മേക്ക് എ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ ഐ ടിയിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തോളും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കിട്ടും. അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരും. സോ അത് നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് പഠിക്കുന്ന കാര്യം എടാ, മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഞാൻ ചോദിക്കട്ടെ, 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളാണോ പേടി, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണോ പേടി. തിയറി ആണോ പേടി, പ്രാക്ടിക്കൽ ആണോ പേടി, ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ കമന്റ് ചെയ്യുക. പ്രോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 3 കാര്യമാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ചോദ്യങ്ങൾ ചെയ്യുക, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാക്സിമം ഫാസ്റ്റ് നല്ല രീതിയിൽ ഐ ടിയിലെ മിഡ് ടൈം എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ മിഡ് ടൈം എക്സാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് മിഡ് ടൈം എക്സാമിൽ തിയറികളായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത്. പക്ഷേ ബുദ്ധിമുട്ടാക്കി എന്നാൽ ഇല്ല, ഞാൻ ബുദ്ധിമുട്ടാക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. നല്ല മാർക്ക്, ഫുൾ A+ ഓളം എനിക്ക് എന്ത് കിട്ടി, ഐ ടി മിഡ് ടൈം എക്സാം കിട്ടി. നിങ്ങൾക്ക് മിഡ് ടൈം എക്സാം എല്ലാ എക്സാമിനും A+ കിട്ടി. ഐ ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ? പലർക്കും ഉണ്ടായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇല്ല എന്നാണ് പലരും പറയാറ്. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുക. കാരണം ഐ ടി ആണ്, എനിക്ക് സ്കോപ്പ് ഉള്ള ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിനൊക്കെ ഡീറ്റെയിൽ എന്താണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഐ ടി നിങ്ങൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ ഒരു എനിക്ക് ജിമ്മിലല്ല ലെൻഡ്സ്കേപ്പിലോ അങ്ങനെ എന്തോ ചിത്രം വരയ്ക്കാനാണ്, രണ്ടാമതെന്തോ പത്രം നിർമ്മിക്കാനോ, മൂന്നാമതോ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, നാലാമത് പൈത്തൺ, അങ്ങനെ എന്തോ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഓരോ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഇതേ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് മെസ്സേജ് അയക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാം. ലേണിഫൈ.future എന്ന് പറഞ്ഞ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്ത് കാര്യം ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐ ടിയിലെ പ്രോ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഐ ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് എൻ്റെ സ്ട്രാറ്റജി. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.